ഹലോ ഗായ്സ്. സോ ഇതിന് മാൽദീവ്സിൽ ബംക്യൂർ എന്ന് പറയും, ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട്, മലയാളത്തിൽ കടച്ചക്ക. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു മാൽദീവിയൻ ഡിഷ് ട്രൈ ചെയ്താലോ? നോക്കാം. സോ ഗൈസ്, ബ്രെഡ് ഫ്രൂട്ട് ഇവിടെ റെഡിയാണ്. ഇതിന് നല്ല കറയുണ്ട്. കറയുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നത്. ഞാൻ കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കറ കയ്യിലധികം പിടിക്കത്തില്ല. ആൻഡ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈഫിലും ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ ബ്രെഡ് ഫ്രൂട്ട് ക്ലീൻ ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൈഫ് ചെറുതായിരുന്നതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അത് കട്ട് ചെയ്തെടുത്തു. ഇവർ നോർമലി 4 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്യാറുള്ളത്. ഞാനത് അരിയാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വീണ്ടും ഒരു പീസും കൂടി ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചക്കയുടെ പോലെ തന്നെ ഇതിന് കൂഞ്ഞിലുണ്ട്. ആ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ പീലർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് പക്ഷേ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. കുറേ തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എനിക്ക് പിടികിട്ടിയത്. ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഈസി ആയിരുന്നു പീലർ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പീലറിനെക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് നൈഫ് തന്നെയായിരുന്നു. നൈഫ് വെച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഷേപ്പിലും കുറച്ചും കൂടെ ഒരു കട്ടി കുറഞ്ഞും കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു. ഓയിൽ ബോയിലായോ എന്ന് അറിയാനായിട്ടൊരു പീസ് ഇട്ടു. പീസ് ഫ്രൈ ആയപ്പോൾ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ടിൻ്റെ പീസുകളെല്ലാം പെറുക്കിയെടുത്തിട്ടു. നമ്മുടെ നാട്ടിൽ ചക്ക ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇത് മൂക്കുമ്പോഴത്തേക്കിനും ഒരു കിലുകിലാന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ഞാൻ കേൾപ്പിച്ചു തരാം. ആൻഡ് ഗൈസ്, ഫൈനലി നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയാണ്. ഇതാ നോക്കൂ, നമുക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ക്രിസ്പി സൗണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സാണ്. നമുക്ക് ഒരെണ്ണെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണിത്. നമ്മുടെ നാട്ടിലൊന്നും ഇതങ്ങനെ ആരും ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ല യമ്മിയാണ്. കടച്ചക്കയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.